ഇനി കോഴിക്കോട് ബീച്ചിലേക്കാണ്. കോഴിക്കോട്ടും ആഘോഷങ്ങൾക്ക് കുറവുണ്ടാകില്ല. ദീപക് തർമ്മണം നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മണം. പുതുവത്സര ആശംസകൾ തീരുന്നു. നമ്മുടെ എല്ലാ ആളുകൾക്കും, നമ്മുടെ പട്ടാളം ഗ്രൗണ്ടിലുള്ള എല്ലാ പട്ടാളത്തിനും പുതുവത്സര ആശംസകൾ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. പറയൂ ദീപക്, ദീപകിന്റെ ആർമാദം എങ്ങനെയായിരിക്കും ഇന്ന്? വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. വെരി ഗുഡ് മോർണിംഗ് SKN, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. കോഴിക്കോട് പൊതുവെ മലബാർ എല്ലാ ആഘോഷങ്ങളും അടിച്ചു പൊളിക്കുന്നവരാണ്. അതുകൊണ്ട് കോഴിക്കോട് ബീച്ച് ഇന്ന് രാത്രി വലിയ ജനനിബിഡമാവും. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു വൈബിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കൊച്ചിയിലുള്ളതുപോലെ ഒരു പാപ്പാഞ്ഞി കത്തിക്കലൊന്നും ഇവിടെ ഇല്ല എങ്കിൽ പോലും ആൾക്കാർ ഒത്തുകൂടും, ആഘോഷമാക്കും, ഭക്ഷണം കഴിക്കും, പിരിയും, അടിച്ചു പൊളിക്കും. ഒരു മണിയാകുമ്പോഴേക്കും കോഴിക്കോട് ബീച്ചിൽ നിന്നും മടങ്ങും. അതാണ് പൊതുവിൽ നടക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ ഏതെങ്കിലും രീതിയിലുള്ള സംഗീത പരിപാടിയോ മറ്റൊന്നുമില്ല. പക്ഷേ ജനങ്ങൾ കൂടുക, ആഘോഷിക്കുക, SKൻ്റെ പദം കടമെടുത്താൽ അർമാദിക്കുക, അതാണ് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്നത്. മറ്റ് കോഴിക്കോട് നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കൺവെൻഷൻ സെൻറ്റർ, ഹോട്ടലുകൾ എല്ലാത്തിലും ന്യൂ ഇയറിൻ്റെ വലിയ പരിപാടിയാണ്. ഗോകുലം ഗ്രാൻഡിൽ സിത്താരയുടെ പരിപാടി, ഹൈലൈറ്റ് മാളിൽ സ്റ്റീഫൻ ദേവസിയുടെ പരിപാടി, അതുപോലെ എല്ലാ മിക്കവാറും മാളുകളിലും ഓഡിറ്റോറിയങ്ങളിലും എല്ലാം വലിയ രീതിയിലുള്ള ന്യൂ ഇയർ ആഘോഷം. ന്യൂ ഇയർ വൈബ് എവിടം വരെയായി? ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിനുള്ള തയ്യാറെടുപ്പ് എവിടം വരെയായി? അങ്ങനെ പോകുന്നു. അടിച്ചു പൊളിക്കുകയാണല്ലേ? ഓ, അടിച്ചു പൊളിക്കുക. താങ്ക് യു SKN. ഇതാണ് പൊതുവിൽ കോഴിക്കോടിൻ്റെ ഒരു വൈബ് ഇതാണ്. ഇപ്പം ഒരു പ്രഭാത സവാരിക്കാരനാണ്, അടിച്ചു പൊളിക്കാനുള്ള ഒരുക്കത്തിലാണെന്നാണ് പറയുന്നത്. കോഴിക്കോട് ഈ രീതിയിൽ മലബാർ ഗംഭീരമായി പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.